ആദ്യം തന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹക്കീം മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കിലാണ് മാധ്യമങ്ങളെ കാണുന്നത്. ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ ഉദ്ദേശിച്ചിട്ടോ ഒന്നും ഉണ്ടാക്കിയ ഒരു വിവാദമോ പോസ്റ്റോ ഒന്നുമല്ല. മാത്രമല്ല ഇന്ന് ഞാൻ ഇത് മീഡിയയെ അഭിമുഖീകരിക്കുന്നതും ഇതുപോലൊരു വ്യാജ പോസ്റ്റ് വല്ലതും ഇട്ടിട്ട് ഞാൻ കയറി വിളിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഇട്ട കാര്യങ്ങളെല്ലാം പരമാർത്ഥമാണെന്നും അതിൻ്റെ വിശദീകരണം തരാനാണ് രാവിലെ ഞാൻ മീഡിയയെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നത്. ഇത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഇത് അറിയാമോ ഇല്ലയോ ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ അറിയിക്കാനുള്ള മേലധികാരികളെ ഇത് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മിനിസ്റ്ററുമായിട്ട് നേരിട്ട് ആക്സസ് ഇല്ല. ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന ആരാണോ എൻ്റെ പ്രിൻസിപ്പലിന്, കാരണം അദ്ദേഹത്തിന് ഇതിന് വലിയ അറിയില്ല. കാരണം അദ്ദേഹം പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു മാസം പോലും ആകുന്നില്ല. ഇതിനുള്ള മുമ്പുള്ള പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഒക്കെ നമ്മൾ നേരത്തെ ഇതിലെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവർക്ക് അറിയാതിരിക്കാൻ മാർഗ്ഗമില്ല. ഇതിനെപ്പറ്റിയുള്ള ഇവിടുത്തെ സ്കേഴ്സിറ്റി പ്രശ്നങ്ങളും ഇവർക്ക് ഒരുപാട് അറിയുകയും ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഈ നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്ന അധികാരികൾ ഇത് പലപ്പോഴും കവറപ്പ് ചെയ്യുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് മേളിലോട്ട് ഇത് അറിയിക്കാതെ അവരതിനെ വെള്ളപൂശുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോഴും ഇതിനകത്ത് യൂറോളജി വിഭാഗത്തിൽ മാത്രമല്ല മറ്റ് പല വിഭാഗങ്ങളിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഡോക്ടറിന്റെ അറിവിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽ എല്ലാ വിഭാഗങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് കാടടച്ച് പറയാൻ പറ്റില്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളിലും പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഒരു യൂറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതാണ്. ഇതൊരു ഒറ്റ ഫീൽഡിൽ മാത്രമല്ല ഒരു പേഷ്യൻ്റ് നമ്മൾ നോക്കുന്നത്. അതും പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. പക്ഷേ അവിടെ എന്തൊക്കെയാണ് സ്കേഴ്സിറ്റി എന്നോ അവിടെ നടക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് മറ്റ് വകുപ്പ് മേധാവിമാർ ഇങ്ങനെ ദൗർലഭ്യമുണ്ട് എങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അവരാരും ഭയക്കുന്നു. ഭയമാണ് ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം. ഇല്ല. ഒരിക്കൽ സജീവൻ സാർ എന്നെ വിളിപ്പിച്ചിരുന്നു. സജീവൻ സാറിൻ്റെ ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ ഞാൻ അവരെ ശ്രദ്ധിച്ചില്ല. അവരോട്ട് ഞാൻ അവരെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സജീവൻ സാർ വിളിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് ഒരു വർഷമെങ്കിലും ആയി കാണുമെന്നാണ് തോന്നുന്നത്. ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇത് ഞാൻ അറിയിച്ചിരുന്നു. അദ്ദേഹം ഈ പേഷ്യൻറ്റിൻ്റെ പ്രശ്നങ്ങൾ എന്നെ ചർച്ച ചെയ്യും. അതിനകത്ത് കാര്യമായിട്ട് കഴമ്പൊന്നുമില്ല. ഞാനങ്ങനെ മനഃപൂർവ്വം വഴക്ക് പറഞ്ഞൊന്നുമല്ല. ആ പേഷ്യൻ്റ് ഓപ്പറേഷൻ ചെയ്ത് പോവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ കൂടുതൽ സമയം വിനിയോഗിച്ചത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത്തരം ഡെഫിഷ്യൻസീസ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താനാണ് കൂടുതൽ സമയം ഞാൻ ഉപയോഗിച്ചത്. അതിനുശേഷം ഞാൻ അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ നമ്പർ വാങ്ങിക്കുകയും ഇതുപോലെ വാട്സാപ്പിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഞാൻ അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതെ, എൻ്റെ അറിവിൽ എന്നെ നേരിട്ട് ഇവരാരും പിന്നീട് ഇതിനെപ്പറ്റി ഡോക്ടർ എന്താണ് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്താണോ എന്തെങ്കിലും പരിഹരിച്ചിട്ടുണ്ടോ, എന്താണെന്ന് ഡോക്ടറുടെ പ്രശ്നം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നം എന്ന് ഒരു രീതിയിലും ഒരു തരത്തിലുള്ള ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. ഇത് മാത്രമല്ല, അതിന് ശേഷം വന്നിട്ടുള്ള ഈ പല രാഷ്ട്രീയ പ്രമുഖരോടും ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടു നടന്ന് ഇതിനകത്ത് ഉള്ള പ്രശ്നങ്ങളൊക്കെ അവരെല്ലാം നേരിട്ട് പറഞ്ഞു കൊടുക്കുകയും ഇതിന് പല രീതിയിൽ പിന്നീട് ഫോളോ വാട്സാപ്പിലൊക്കെ എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അല്ല, അതിൻ്റെ രസകരമായ കാര്യം, അന്ന് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ പ്രിൻസിപ്പലുണ്ടായിരുന്നു, ലിനറ്റ് മാഡം ഉണ്ടായിരുന്നു. ലിനറ്റ് മാഡത്തിൻ്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ മാഡത്തിൻ്റെ കൂടെ ഒപ്പമാണ് ഞാൻ ഇദ്ദേഹത്തിനെ കാണാൻ പോയതും കാര്യങ്ങൾ പറഞ്ഞതും. അന്ന് അവിടെ വെച്ച് അദ്ദേഹം സൂപ്രണ്ടിനെ വിളിച്ച് ഡോക്ടറുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് എൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്.
ഡോക്ടർ സർക്കാരിനെ മറ്റ് വകുപ്പ് മേധാവികൾക്ക് ഭയമാണോ? അവർ തുറന്നു പറയാതിരുന്നാൽ അതിൻ്റെ അത് എനിക്കറിയില്ല. ഞാനും കുറച്ചാൾ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. എനിക്ക് പക്ഷേ ഭയത്തിനേക്കാൾ ഉപരി എനിക്ക് പിന്നെ രോഗികളോട് എനിക്ക് കുറച്ചും കൂടെ കടപ്പാട് എനിക്ക് തോന്നുന്നു. അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഭയം ആസ്ഥാനത്താണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിൽ വലിയ കാര്യമില്ല. കാരണം ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഈ ഡോക്ടർ ഭയപ്പെട്ട് മറ്റ് വകുപ്പ് മേധാവിമാർ ഭയപ്പെട്ട് മാറിയിരിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാർ രോഗികളാണ്. തീർച്ചയായിട്ടും ഇതൊന്നുമില്ല, എല്ലാം ഓക്കെയാണ് എന്നാണ് മന്ത്രിയുടെയും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും വാദം. അല്ല, ഇത് മന്ത്രിയല്ല ഞാൻ കുറ്റം പറയുന്നത്. ഇവിടെയുള്ള നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മേലധികാരികളാണ് ഇത് കുഴപ്പമില്ല എന്ന് മേളിലേക്ക് അറിയിക്കുന്നത്. അങ്ങനെയാണ് പറയാനുള്ളത്. മിനിസ്റ്റർ അറിയുന്നുണ്ടാവില്ല. രാവിലെ ഒരു RJDയുടെ ഒരു നേതാവിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് സൂപ്രണ്ടിനെ വിളിച്ചപ്പോൾ ഇവിടെ കുറേ കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, ഡോക്ടർ പറയുന്നത് വെറുതെയാണ്, ഓപ്പറേഷൻ മാറ്റി വെച്ചിട്ടില്ല, ഇത്ര ദിവസം ഓപ്പറേഷൻ നടക്കുന്നുണ്ടല്ലോ, വേറെ ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും കുഴപ്പമില്ലല്ലോ എന്നൊക്കെയാണ് സൂപ്രണ്ട് പറയുന്നത്. അപ്പോൾ സൂപ്രണ്ട് ഒരുപക്ഷെ മേലധികാരികളെ അറിയിക്കുന്നുണ്ടാവില്ല, മിനിസ്റ്റർക്ക് അറിയുന്നുണ്ടാവില്ല. ഇതിനെപ്പറ്റി മിനിസ്റ്റർക്കോ ഭരണത്തിലുള്ളവർക്കോ ഇതിനെപ്പറ്റി ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി അറിയുണ്ടാവില്ല. കാരണം ഇത് ഇവിടെ വെച്ച് ഇത് കവറപ്പ് ചെയ്ത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അദ്ദേഹം വന്ന് എൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ സൂപ്രണ്ടിനെ വിളിച്ചു, സുനിലിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചു കാണും, അത് പരിഹരിച്ച് കാണും എന്ന് വിചാരിച്ചു കാണും. അവർക്ക് ഒരുപാട് ആശുപത്രികൾ നോക്കണമല്ലോ. കാരണം എൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെ റെക്കോർഡുകളുണ്ട്. എനിക്ക് അതെല്ലാം പറയാനും പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല. ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയില്ല. ഇനി ഒരു രേഖയുടെ അടിസ്ഥാനം ഇല്ലാതെ കൃത്യം എത്ര എമൗണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എത്ര ഉപകരണങ്ങൾ വാങ്ങിയിരുന്നു. ഉപകരണങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. ഇപ്പോൾ ഒരു കാറ് വാങ്ങി എന്ന് പറഞ്ഞാൽ കാറ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ടയർ മാറ്റണം, അതിൻ്റെ റിപ്പയറിങ് ചെയ്യണം, അതിനകത്ത് ആവശ്യമുള്ള പെട്രോൾ അടിക്കണം, അങ്ങനെ ഒരുപാട് സാധനങ്ങളില്ല. ഇല്ലെങ്കിൽ കാർ ഓടും എന്ന് പറഞ്ഞതുപോലെയാണ്. ഉപകരണങ്ങൾ വാങ്ങും, ഉപകരണങ്ങളുടെ ആക്സസറീസാണ് ക്ഷാമം. ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ, മൊത്തം ഉപകരണം ഇല്ലെങ്കിൽ നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു ഉപകരണം വെച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള പ്രയോജനം? അത് കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്താണ്. ഇതിനകത്ത് ഇത് കുറച്ച് കേസുകൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പ്രോവ് പൊട്ടും. ആ പൊട്ടുന്ന സമയത്ത് പ്രോവ് മാറ്റണം. അത് നമ്മൾ നേരത്തെ ഇത് വളരെ മുൻകൂട്ടി ഇവർക്ക് HDSനെ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്, ഇത് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വാങ്ങിച്ച് ഏപ്രിലല്ല, മാർച്ച് 3-ാം മാസം. ഇത് മാത്രമല്ല, ഇതിനെപ്പറ്റി ഇവരെ കത്ത് കൊടുക്കുക മാത്രമല്ല, ഇതിനെപ്പറ്റി സ്ഥിരമായിട്ട് ഇവരെ അറിയിക്കുകയും ഇവരെ ഓരോ ദിവസവും ഇവരുടെ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് ആളിനെ വിട്ടു പറയിക്കുകയും ഇത് പ്രോബ് തീരാറായി, പ്രോബ് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പേഷ്യൻ്റ് ശസ്ത്രക്രിയ മുടങ്ങും എന്നൊക്കെ വളരെ മുൻകൂട്ടി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രശ്നം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുമുണ്ട് ഇതുപോലെ തന്നെ. ഒരുപാട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ലാസ്റ്റ് വരെ പേഷ്യൻസ് വെയിറ്റിംഗ് ഉണ്ട്. ഓഗസ്റ്റ് ലാസ്റ്റ് വരെ വെയിറ്റിംഗ് ഉണ്ട്. അല്ല, ഈ ഉപകരണം മാത്രമല്ല, പേഷ്യൻസിൻ്റെ വരവും നമുക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ്റെ തോതും തമ്മിലുള്ള ഒരു ബന്ധം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എപ്പോഴും പേഷ്യൻസിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള ഓപ്പറേഷൻ നമ്പർ നമുക്ക് തികയുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ യൂണിറ്റിലും ഇതുപോലെ ഓപ്പറേഷന് രോഗികൾ വെയിറ്റിംഗ് ഉണ്ട്. ഇതിപ്പോൾ മുടങ്ങാത്തതിൻ്റെ ഒരു രഹസ്യം അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. രോഗികൾ ഇപ്പോൾ RIRS എന്ന് പറഞ്ഞൊരു ഒരു ഓപ്പറേഷൻ ഉണ്ട്, RIRS. അത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. നിങ്ങളെ യൂറോളജി വന്നിട്ടുള്ള ഏതെങ്കിലും രോഗികളോട് ചോദിച്ചാൽ പറയാം, നിങ്ങൾ എത്ര രൂപയാണ് ഇതിന് ഹോസ്പിറ്റലിൽ അടച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ എമൗണ്ട് പറഞ്ഞു തരും. ഞാൻ കള്ളം പറയുന്നതാണോ എന്നറിയാൻ വേണ്ടി. അത് അവരുടെ കയ്യിൽ നിന്ന് പിരിച്ച് നമ്മൾ ഓരോ ഉപകരണം കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവർ ഷെയർ ചെയ്ത് കമ്പനിക്ക് അടയ്ക്കുകയാണ്. ഇങ്ങനെയാണ് RIRS അറിഞ്ഞാൽ ശസ്ത്രക്രിയ നടന്നു പോകുന്നത്.
അത് സർക്കാരിനല്ല, ഞാൻ അധികാരികൾക്ക് ഞാൻ ഈ RIRS എന്ന് പറഞ്ഞ ഉപകരണം ആവശ്യത്തിന് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം അറിയിച്ചിട്ടുള്ളതാണ്. എനിക്ക് മുമ്പിരുന്ന ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റും അറിയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കടലാസുകളൊക്കെ ഉണ്ട്. അതിനൊന്നും ഒരു പ്രാവശ്യം പോലും ഒരു സ്കോപ്പ് പോലും അവർ വാങ്ങിച്ചു തന്നിട്ടില്ല. ഇത് രോഗികൾ തന്നെയാണ് വാങ്ങിച്ചു തരുന്നതും നമ്മൾ ശസ്ത്രക്രിയ ചെയ്ത് കൊടുക്കുന്നതും. അതുകൊണ്ടാണ് ഓപ്പറേഷൻ മുടങ്ങാതെ പോകുന്നത്. അത് മാത്രമല്ല, അത് ഈ ഉപകരണം മാത്രമല്ല, പല ഈ ആക്സസറീസും നമ്മൾ പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും ഔദാര്യം, ഇപ്പം UST ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന, അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും എരന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കാരണങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ്. അത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ. അതായത് ഇപ്പോൾ ആരെയായിരിക്കും കവറപ്പ് ചെയ്യേണ്ടത്? അവർക്ക് ആരെയാണ് കവറപ്പ് ചെയ്യേണ്ടത് ആവശ്യം? ആൻറ്റിസിപ്പേറ്ററി ആയിട്ടാണ് അയച്ചത്. ഇതെനിക്കറിയാം. ഇത് ഒരു പ്രോബ് ഒരു മാസത്തേക്ക് തികയുള്ളൂ. അപ്പോൾ ഒരു 3 പ്രോബ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് 3 മാസം കൊണ്ട് തീരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഓരോ പ്രോബ് തീരുമ്പോഴും പൊട്ടുമ്പോഴും നമ്മൾ ഈ കമ്പനിയല്ല ഇവരുടെ ഓഫീസിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. ഇനി ഇത്രയേ ഉള്ളൂ, ഇത്ര കഴിഞ്ഞാൽ ഓപ്പറേഷൻ മുടങ്ങും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എണ്ണം നമുക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അത് വാർഡിൽ നോക്കണം. അതിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഞാൻ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളെ അവരെ കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് മാത്രമേ രോഗികളെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഡയറിയിൽ ഡേറ്റ് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. അതായത് നേരത്തെ ഒരു സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞ കാര്യമുണ്ട്. സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാനായിട്ട് പിരിവെടുത്ത് അധ്യാപകൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് തിരുവനന്തപുരം അധ്യാപകൻ പറഞ്ഞു. അതിന് സമാനമായിട്ടുള്ള കാര്യമാണ്. അപേക്ഷിച്ചും ഇല്ലെന്നും ഒരു വകുപ്പ് മേധാവി ഉപകരണങ്ങൾ വാങ്ങിച്ച് ചികിത്സിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് തന്നെ അത് മടുത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വിവാദപരമായിട്ട് പോസ്റ്റ് ഇട്ടത്. ഞാൻ അപേക്ഷിച്ചും എരന്നും മടുത്തു. നമ്മൾ ആൾക്കാരോട് എരന്നാണ് വാങ്ങുന്നത്. നമ്മൾ പേഷ്യൻസ് പൈസ അടയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി ഇപ്പോൾ RIRSൻ്റെ സ്കോപ്പ് തന്നെ തരുന്നത് തിരുവനന്തപുരത്ത് ഏജൻസികളില്ല. കൊച്ചിയിലുള്ളൊരു ക്യാപ്സ്യൂൾ ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് ഇത് വാങ്ങുന്നത്. അപ്പോൾ അയാളുടെ ഒരു വിശാല മനസ്സുകൊണ്ടായിരിക്കാം നേരത്തെ സ്കോപ്പ് അയച്ചു തരും. പിന്നെ അതിനുശേഷം പേഷ്യൻസ് അയാളുടെ GPayയിലേക്ക് ഈ നമ്പർ ഇത് അടയ്ക്കുകയോ അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റ് വന്ന് പൈസ വാങ്ങുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറേ 6 മാസമെങ്കിലുമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഭയമുണ്ട്. കാരണം ഏതോ ഒരാൾ വന്ന് പൈസ കളക്ട് ചെയ്യുന്നു, ഏതോ ഒരാളുടെ GPayയിൽ പൈസ അടയ്ക്കുന്നു. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ എന്നെ മാത്രമല്ല എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരെ സംബന്ധിച്ച് അത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും എനിക്കെതിരെ ഒരു വിജിലൻസ് എൻക്വയറിയൊക്കെ വരാം. കാരണം ഈ ഓപ്പറേഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ RIRS ചെയ്തതിന് ശേഷമാണ് ഓപ്പറേഷൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് കുറഞ്ഞത്. അതിന് മുമ്പ് 6 മാസം വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഓപ്പറേഷൻ കുറയാൻ ഈ RIRS തുടങ്ങിയതിന് ശേഷമാണ് അത് കുറഞ്ഞു കിട്ടിയത്. അപ്പോൾ ഈ പേഷ്യൻസ് പേഷ്യൻറ്റിനെ കൊണ്ട് പൈസ അടപ്പിച്ച് നമ്മൾ ഉപകരണങ്ങൾ വാങ്ങുന്നത് ശരിയാണോ? അത് തന്നെ അതൊരു ഇല്ലീഗൽ മാർഗ്ഗമാണ്. ഇവർ പേഷ്യൻസ് ഡയറക്റ്റായിട്ട് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഉപകരണം വാങ്ങുകയല്ല ചെയ്യുന്നത്. ഒരാളിന് തന്നു എന്നുള്ള ഒരു ധാരണയിൽ അയാളുടെ പേരിൽ പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനതിൽ പ്രൊട്ടക്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബില്ല് ഞാൻ അവിടെ പബ്ലിക്കായിട്ട് വാർഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. രോഗികൾക്ക് അതിൻ്റെ വൗച്ചർ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു രീതിയിലൊക്കെ കവറപ്പ് ചെയ്യുന്നത്. പക്ഷേ ഏത് സമയത്ത് വേണമെങ്കിലും എനിക്കെതിരെ ഒരു ശക്തമായിട്ടുള്ളൊരു വിജിലൻസ് എൻക്വയറി വരാൻ, കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരാളുടെ പേരിൽ ഞാൻ പൈസ അടപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു വലിയൊരു ആരോപണം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഡോക്ടറുടെ അന്വേഷണം നടക്കാൻ പോവുകയാണ്. ഡോക്ടർക്കെതിരെ സ്വാഭാവികമായിട്ടുള്ള അന്വേഷണം നടക്കും. ഇതിലൊക്കെ നമ്മൾ നടപടിയിലേക്ക് പോകാം. ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് താങ്കൾ പോവുകയാണ്. ഒറ്റപ്പെടുമെന്നൊരു ഭയമുണ്ടോ? ഇല്ല, ഒറ്റപ്പെടുമെന്നൊന്നും ഒരു ഭയമൊന്നുമില്ല. അങ്ങനെ ഒറ്റപ്പെടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒറ്റപ്പെടുന്നെങ്കിൽ ഒറ്റപ്പെടുത്തട്ടെ. നമ്മളൊരു സത്യം പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്തുന്നെങ്കിൽ ഒറ്റപ്പെടുത്തട്ടെ. ഡോക്ടറെ, മുൻപും സർജറി മുടങ്ങിയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. ഏതെങ്കിലും രോഗികൾ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് മറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇത് നമുക്കറിയാമല്ലോ. നിങ്ങളൊക്കെ ഇവിടെ തന്നെ മീഡിയയിലുള്ള ആൾക്കാർ തന്നെ എൻ്റെ പേഷ്യൻസായിട്ട് വരുന്നുണ്ട്. അവർക്ക് തന്നെ കാര്യങ്ങൾ അറിയാം. മാതൃഭൂമിയുടെ ഒരാൾ വന്ന് ഓപ്പറേഷനൊക്കെ ചെയ്തു പോയതാണ്. മാതൃഭൂമിയുടെ, ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ ആൾക്കാർ എനിക്ക് നിങ്ങളുടെ ഇതിൽ ഗ്രൂപ്പിൽ കാണില്ല, പക്ഷേ ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്കറിയാം അവിടെയുള്ള പ്രശ്നങ്ങൾ. ഇവിടുത്തെ സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നാണ് നമ്മൾ പറയുന്നത് മെഡിക്കൽ കോളേജിൽ. പക്ഷേ മെഡിക്കൽ കോളേജിൽ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ പല ഓപ്പറേഷനും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല.
ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ തുറന്നാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഉപകരണങ്ങൾ വേണം? അതിൽ പലതും ഇല്ല. അപ്പോൾ നമ്മളതൊരു ലാപ്രോസ്കോപ്പി നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലാപ്രോസ്കോപ്പിക്ക് പകരം നമ്മൾ ഓപ്പൺ ചെയ്താണ് ചെയ്തത്. അപ്പോൾ രോഗികൾ പലരും വന്ന് ചോദിക്കും ലാപ്രോസ്കോപ്പി ചെയ്യുന്നുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ പുറത്തുള്ള ആശുപത്രിയിലേക്ക് പോയി ചെയ്യും. ഇപ്പോൾ റോബോട്ടിക്സ് ഉണ്ടോ എന്ന് ചോദിക്കും. റോബോട്ടിക്സ് ഇല്ല, അതുകൊണ്ട് റോബോട്ടിക്സിന് അവർ പുറത്ത് പോയി ചെയ്യും. ഇപ്പോൾ റോബോട്ടിക്സ് ഒന്നും വേണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ മിതമായിട്ടുള്ള ഏറ്റവും ശരാശരിയായിട്ടുള്ള ഈ സ്റ്റോൺ പേഷ്യൻ്റായിട്ട് വരുന്ന വളരെ പെയിനായിട്ട് വരുന്നവർക്ക് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് അതൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ. മറ്റ് ശസ്ത്രക്രിയകളൊക്കെ പൊക്കോട്ടെ, അവർ പിന്നെ വലിയ ആശുപത്രികളിൽ പോയി ചെയ്തോട്ടെ. ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചികിത്സ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അതിനുള്ള ഉപകരണങ്ങൾ തടസ്സമില്ലാതെ വരണം. അതിനെ ഈ ചുവപ്പ് നടക്കാത്ത കുടുങ്ങിക്കിടന്നും ഇവർ പലതും പറയുന്നുണ്ട്. രാവിലെ ഈ സൂപ്രണ്ട് പറയുന്നത് അവർ അങ്ങോട്ട് അയച്ചു, അവർ കളക്ടറേക്കെല്ലാം അയച്ചു, അവർ അവിടെ നിന്ന് അങ്ങനെ ആ എക്സ്പ്ലനേഷൻ ചോദിച്ചു, പിന്നെ ഈ എക്സ്പ്ലനേഷൻ ചോദിച്ചു, ഇന്ന വിലയിലെ വ്യത്യാസം വന്നു. ഇതൊന്നും ഒരു പേഷ്യൻ്റ് അറിയേണ്ട കാര്യമില്ല. നമ്മളൊരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അടിയന്തരമായിട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങൾ, അടുത്ത 1 മാസത്തിനകത്ത് വാങ്ങേണ്ട സാധനങ്ങൾ, അടുത്ത 3 മാസത്തിനകത്ത് വാങ്ങേണ്ട സാധനങ്ങൾ, 1 വർഷത്തിനകത്ത്, ഇങ്ങനെ അടിയന്തര അങ്ങനത്തെ കാറ്റഗറി അനുസരിച്ചാണ് ഞാൻ റിക്വസ്റ്റുകൾ കൊടുക്കുന്നത്. ഇതിലൊന്നിനും ഈ പറഞ്ഞതുപോലെ എഴച്ചിലാണ്. അതിൽ അടിയന്തര സ്വഭാവമുള്ള സാധനങ്ങൾ അടിയന്തര സ്വഭാവത്തോടുകൂടി തന്നെ വാങ്ങിച്ചു തരണം. അതിനുള്ള കാത്തിരിപ്പ് 2023 മുതൽ കാത്തിരിക്കുകയാണ്. 2023 കഴിഞ്ഞ മെഷീൻ 2021 കമ്മീഷൻ ചെയ്ത മെഷീൻ 2023 വരെ ഞങ്ങൾ ചെയ്തതിനകത്ത് ഏകദേശം 3900 രോഗികളെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ എത്ര വേഗത്തിലുള്ള ഓപ്പറേഷൻ അത് വെച്ച് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് 2023 മുതൽ ഈ വർഷം വരെ അത് മുടങ്ങിയിരിക്കുമ്പം എത്ര പേർക്കാണ് അത് ചെയ്യാൻ പറ്റാതിരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ അടിയന്തര സ്വഭാവം ഞാൻ ഇവരെ അറിയിച്ചതാണ്. ESWLയുടെ അടിയന്തര സ്വഭാവം ഞാൻ അറിയിച്ചതാണ്. അപ്പോൾ അതെൻ്റെ ഫയലുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അത് ഈ ഓഫീസുകളിലുള്ള എന്തോ പ്രശ്നമാണ്. ഈ ഓഫീസിൽ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ വന്നിട്ടുള്ള എന്തോ പ്രശ്നമാണ്. ഈ ഫയൽ എവിടെ നഷ്ടപ്പെടുകയോ എന്തോ രീതിയിൽ അത് പോവുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ESW പിന്നെയും താമസിക്കുന്നത്. ഞാൻ ഇന്നലെ മുതൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അതറിയില്ല. ഈ കാര്യം ഞാൻ അവിടുത്തെ കൗൺസിലറാണ്, മെഡിക്കൽ കോളേജ് കൗൺസിലർ അനിൽ സാറാണ് ഇതിൻ്റെ ESWയിൽ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് സാറ് എനിക്കൊരു പ്രോത്സാഹനം തന്നത്. അപ്പോൾ സാറിനെ കഴിഞ്ഞ മാസവും കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും ഞാൻ സാറിനെ വിളിക്കുന്നുണ്ട്, സാർ എന്നെ വിളിക്കുന്നുണ്ട്, സാർ OPയിൽ വരുമ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ് സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലൊക്കെ സാറ് പോയി സാറിൻ്റെ ഇൻഫ്ലുവൻസിൽ കുറേയൊക്കെ ഫയൽ മൂവ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അതിലെന്തൊക്കെയോ ഈ ചികിത്സാ സ്വഭാവമായിട്ടുള്ള മെഷീനുകൾക്ക് എന്താണ് ഇത്ര താമസം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നുമില്ല. നടപടി ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണ്, ഒരു ക്വാളിഫൈഡ് ഡോക്ടറാണ്. ഞാൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ MCH വരെ പഠിച്ച എനിക്ക് എന്തിനാണ് ഞാൻ ഭയക്കുന്നത്? ഞാനത് ഗവൺമെൻറ് സർവീസിൽ എൻ്റെ ഓടൊപ്പം ഉള്ളവരെല്ലാവരും ഗവൺമെൻറ് സർവീസ് വിട്ട് പ്രൈവറ്റിലൊക്കെ പോയി അവർ കോടീശ്വരന്മാരെ. ഇപ്പോൾ ഞാനിപ്പോഴും ഈ കുടിച്ച വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് പണമില്ല, എനിക്ക് പണം സമ്പാദിക്കാൻ ഇത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഗവൺമെൻറ് കോളേജുകളിൽ പഠിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് സർവീസ് കൊടുക്കണം എന്നുള്ളൊരു വിട്ടുവീഴ്ചയുടെ പുറത്താണ് ഞാൻ ജോലി ചെയ്തത്. ഒരുപാട് പേര് ബന്ധപ്പെടുന്നുണ്ട്, പക്ഷേ ഞാൻ ഇന്ന് പോലെ ഫോൺ നോക്കുന്നില്ല അതിനെപ്പറ്റി. ഫോൺ ഓഫ് ചെയ്തിട്ട് തുടർച്ചയായിട്ട് കോളുകളും തുടർച്ചയായിട്ട് ഇതുപോലെ മെസ്സേജുകളും വരുന്നുണ്ട്. അത് ഇല്ല, ഒന്നുമില്ല, സമ്മർദ്ദങ്ങളൊന്നുമല്ല, ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഒന്നും ഇവിടെ വീട്ടിൽ പണി നടക്കുന്നു, ഞാൻ കൂടുതൽ സമയം അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് നമുക്കങ്ങനെ കൂടുതൽ ഫോൺ എടുക്കാനോ അതിനെക്കൊണ്ട് സംസാരിക്കാനോ ഒരേ കാര്യം തന്നെ സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ ഫോൺ ഓഫ് ചെയ്തു. കൃത്യമായിട്ട് എന്ത് വിശദീകരണം ചോദിച്ചാലും അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടുന്നുണ്ട്. എല്ലാം രേഖകളുടെ എല്ലാ അന്വേഷണത്തോടും സഹകരിക്കും. ഇല്ല, ലോങ് ലീവൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ ലീവുണ്ട്. എനിക്ക് ലീവുകൾ ഞാൻ സർവീസ് ജോയിൻ ചെയ്ത സമയം മുതലുള്ള ലീവുകൾ പെൻഡിങ് ആണ്. ഓരോ വർഷവും ക്യാഷ് ലീവ് തന്നെ. ഈ കഴിഞ്ഞ വർഷം ഞാൻ 365 ദിവസം 360 ദിവസവും ഹോസ്പിറ്റലിൽ പോയതാണ്, ഞായറാഴ്ച ഉൾപ്പെടെ. എനിക്ക് ക്യാഷ് ലീവ് തന്നെ ഇഷ്ടം പോലുണ്ട്. ബാക്കി ലീവുകളെല്ലാം ഇഷ്ടം പോലുണ്ട്. ലീവ് എടുക്കണമെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ്, എത്ര നാൾ വേണമെങ്കിലും ലീവ് എടുക്കാം. അത് ചെയ്യാത്തത് പറഞ്ഞാൽ ഒരു മേലധികാരി എന്നുള്ള നിലയ്ക്ക് എൻ്റെ പ്രസൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇന്ന് ഞായറാഴ്ച എനിക്ക് അവധിയാണ്, എനിക്കിന്ന് വേണമെങ്കിൽ പോകാതിരിക്കാം. പക്ഷേ ഇന്ന് പോയി എനിക്ക് കാണണം. വെള്ളിയാഴ്ച ചെയ്ത ഓപ്പറേഷനുകൾക്കുള്ള പേഷ്യൻറ്റിനെ ഇന്ന് ഞാൻ പോയി കാണും. അവരെല്ലാവരും ഇതിനെപ്പോലെ ഇതേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇത് ഞാനല്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് സംസാരിക്കുന്നതെന്ന് കൂട്ടിക്കോളൂ. ഞാൻ ഒരു തീരുമാനവും ഒറ്റയ്ക്ക് എടുക്കാറില്ല. ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ഡോക്ടർമാരും എല്ലാവരും 20 വർഷത്തിലേറെ സർവീസുള്ള സീനിയർ ഡോക്ടർമാരാണ്. അവരുടെ എല്ലാ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും, നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള മറ്റ് വകുപ്പ് മേധാവികൾ തന്നെ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് അത് പറയേണ്ടതല്ലേ? എന്നിട്ടും അവർ ആരെ ഭയന്നാണ്? അത് ഞാൻ പല പ്രാവശ്യം KGM-CTA ഞങ്ങളുടെ സംഘടനയിലും ഒക്കെ ഞാൻ പറഞ്ഞതാണ്. നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ നമ്മൾ അധികാരികളെ അറിയിക്കണം. ഇവർ ഇപ്പോൾ നമ്മുടെ തൊട്ട് മേലുള്ള അധികാരികളെ ഇവർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ KGM-CTA നേതാക്കൾ നേരിട്ട് മിനിസ്റ്ററെയോ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ടവരെയോ പോയി കാര്യങ്ങൾ ധരിപ്പിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരു വർഷത്തിലധികമായി ഈ പ്രശ്നമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഫണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ടോ? ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ ആവശ്യമുള്ള സാധനങ്ങൾ എത്തണ്ടേ? നമ്മളല്ലാതെ ഈ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്തിനാണ് കള്ളം പറയുന്നത്? അതിനകത്ത് ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ക്യാമറ, കുറച്ച് സാധനങ്ങൾ 10-30 ലക്ഷം രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോരാ. ഒരു 10,000-2,000 ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ദിവസം 200 പേഷ്യൻ്റ് വെച്ച് ഏതാണ്ട് 58,000 പേഷ്യൻസാണ് ഒരു വർഷം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിലൊന്നും ഈ എമൗണ്ടിലൊന്നും ഒന്നും വരില്ല. നമുക്ക് ഓരോ തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പലതരം അസുഖങ്ങൾക്ക് പലതരം ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. അതിനെല്ലാം ഉള്ള ഉപകരണങ്ങളാണ്, അതിൻ്റെ ആക്സസറീസും നമുക്ക് റെഗുലറായിട്ട് സപ്ലൈ വേണം. അപ്പോൾ ഇവരെയൊക്കെ എപ്പോഴും നമ്മളൊരു പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും രൂപ വാങ്ങിച്ചു തന്നിട്ടില്ലേ, ഇത്ര ലക്ഷം രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ചു തന്നിട്ടില്ലേ എന്നാണ് അവർ കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണ് പ്രായോഗിക ബുദ്ധി?